ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സ്പൈസി ആയിട്ട് കപ്പലണ്ടി വറുത്തതാണ്. ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അധികം കിടക്കുന്നതാണ് ടേസ്റ്റ്. ഇത് മൂത്ത് കഴിയുമ്പോൾ ഇതൊന്ന് മാറ്റാം. കറിവേപ്പില മാറ്റിയതിന് ശേഷം 1 കപ്പ് കപ്പലണ്ടി. ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഹീറ്റിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പൊട്ടൽ കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാവും. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് ആക്കരുത്. ആക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, കപ്പലണ്ടി മൂക്കത്തില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിൻ്റെ പൊട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്കിന്നിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് മാറി. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിത് രണ്ടെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് മൂത്തോ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ചൂട് ആറിക്കഴിഞ്ഞ ശേഷം വേണം അതൊന്ന് കഴിച്ചു നോക്കാൻ. അപ്പോൾ ചൂടോടെ കഴിച്ച് കഴിഞ്ഞാൽ പച്ചയായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ചൂടാറുമ്പോഴാണ് ഇതൊരു ക്രിസ്പി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്തു. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന കറിവേപ്പില. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഈ പൊടികളെല്ലാം ചേർക്കാനായിട്ട്. അതെല്ലാം തന്നെ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇത് മതി. ഇനി ഇതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെയാണ് ഇരിക്കുന്നത്. എരിവ് ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സ്പൈസി ആയിട്ടുള്ള കപ്പലണ്ടി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.